Hi all friends, welcome to NTM Political Talk. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുനഃസംഘടനയുടെ വാർത്തകൾ കേട്ടു തുടങ്ങിയിട്ട് ഒത്തിരിയായല്ലോ. ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സംഘങ്ങളും ഒക്കെ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഒരു പുനഃസംഘടന എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു പുനഃസംഘടനയല്ല എങ്കിലും ഒരു ചെറുകിട പുനഃസംഘടന കോൺഗ്രസിൽ നടക്കുവാൻ പോകുകയാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുനഃസംഘടന അത്യാവശ്യ ഘട്ടത്തിലാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ടവരൊക്കെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളൊക്കെ ഇന്ന് ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. നാളെയാണ് AICCയുമായുള്ള കൂടിക്കാഴ്ച. ഇതുപ്രകാരം KPCCയുടെ സെക്രട്ടറിമാരിൽ കാര്യമായ പുനഃസംഘടന സാധ്യമല്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ചില DCCകളിലും സ്ഥാനചലനങ്ങൾ സംഭവിക്കും എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. KPCCയുടെ സെക്രട്ടറിമാരിൽ ചിലർക്കെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നും അഭിപ്രായമുണ്ട്. ഇപ്പോൾ തന്നെ 4 DCCകൾ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പുനഃസംഘടന നടക്കും എന്നാണ് ഉന്നത നേതാക്കന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. പുനഃസംഘടനയുടെ ഭാഗമായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയിലൂടെ പുനഃസംഘടന എന്ന വിഷയം തുടക്കമിടും എന്നാണ് ഇനി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KPCCയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ AICCയുടെ KPCC ചാർജുള്ള സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചകൾക്കൊക്കെ ശേഷം തിരിച്ചെത്തിയാൽ ഒരു പുനഃസംഘടന സാധ്യമാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 പ്രാവശ്യമായി ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഭരണത്തിൽ തിരിച്ചെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. അതുമാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ ആളുകൾക്കും സ്ഥാനചലനങ്ങൾ ഉണ്ടാവാതെ പാർട്ടിയെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു നീക്കുപോക്ക്, ഒരു പുനഃസംഘടനയാണ് AICC ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സെക്രട്ടറിമാരിലൊന്നും കാര്യമായ മാറ്റങ്ങൾ വരുത്താതെയും DCCയുടെ ചില സെക്രട്ടറിമാരിലും 10ഓളം DCCകളിലും ചില ഉന്നത സ്ഥാനങ്ങളിൽ ചലനങ്ങൾ സാധ്യം ഉണ്ടാവും എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും നാളത്തെ ഡൽഹി ചർച്ചയോടുകൂടി ഈ പുനഃസംഘടനയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ KPCCയുടെ നേതാക്കളും AICCയുടെ പ്രതിനിധികളുമായി നടക്കുന്ന ചർച്ച അത് ഒരു പൂർണ്ണതയിലെത്തും. KPCCയിൽ ഒരു പുനഃസംഘടന സാധ്യമാകും എന്നൊക്കെയാണ്, ഉണ്ടാവും എന്നൊക്കെയാണ് ഉന്നത നേതാക്കളൊക്കെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 വർഷമായി ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന പാർട്ടിക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിൽ തിരിച്ചെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും അതിനുവേണ്ടി പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയ്ക്ക് മേജർ ക്യാപ്റ്റൻ ഇങ്ങനെ വിവാദങ്ങളൊക്കെ പൊടിപിടിക്കുന്നുണ്ട്. അത് വേറൊരു വശത്ത് ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് കാര്യമായ സ്വാധീനം ഇല്ലാത്തത് കൊണ്ട് നേതാക്കളെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭാഗം വെക്കേണ്ടതില്ല എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭാഗം വെക്കുമോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ്. തീർച്ചയായും KPCCയുടെ ഒരു പുനഃസംഘടന അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കൽ എന്നൊക്കെയാണ് നാളത്തെ മീറ്റിംഗോടുകൂടി ഉണ്ടാവാൻ പോകുന്നത്. KPCCയിൽ ഒരു പുനഃസംഘടന വരാൻ പോകുകയാണ് എന്നൊക്കെയാണ് ഉന്നത നേതാക്കളൊക്കെ സൂചിപ്പിക്കുന്നത്.
ഏതായാലും 10 DCCകളിൽ ചലനങ്ങൾ സംഭവിക്കും. KPCCയുടെ കുറച്ച് സെക്രട്ടറിമാരിൽ ചലനങ്ങൾ സംഭവിക്കും. താഴെത്തട്ടിലും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില ബ്ലോക്ക് കമ്മിറ്റികളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ വൈകിട്ടോടുകൂടി ഇതിനെപ്പറ്റിയുള്ള ഒരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം എന്ന് മനസ്സിലാക്കും. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.